തന്ത്രിയെ കുടുക്കി മന്ത്രിയെ രക്ഷപ്പെടുത്തുക, തുടർന്ന് മറ്റ് പല കേന്ദ്രങ്ങളിലേക്കും അന്വേഷണം പോകാതിരിക്കുക, അതിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വിമർശനങ്ങൾ, പരാതികൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. AKG സെൻറ്ററിലേക്കും അന്വേഷണം നീളണം, പക്ഷേ അവിടത്തേക്ക് എത്തുമോ? ഒരു പ്രതികാരമുണ്ട് വീട്ടാനായിട്ട്. ആരോട്? തന്ത്രിയോട്. ആ പ്രതികാരം എന്ന് പറയുന്നത് ശബരിമല പ്രക്ഷോഭ സമയത്ത് സ്ത്രീകളെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സ്ത്രീകൾ അവിടെ കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നട അടച്ചിട്ട് ഞാൻ പോകുന്നതാണ് തന്ത്രി ഈ പറഞ്ഞിരിക്കുന്നത്. അത് വലിയ രാജീവർ തന്നെയാണ് പറഞ്ഞത്. അതെ, അത് വലിയ ക്ഷീണം സർക്കാരിന് ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ചും പിണറായി വിജയനൊക്കെ. ആ പ്രതികാരം ഇപ്പം തീർക്കുകയാണോ? ഗൗതമേ, അത് നമുക്ക് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകാനുള്ള ഒരു വിഷയമല്ല. ഇവിടെ ഇതിപ്പോൾ ഒരു കഥയാണ്. നമ്മളിപ്പോൾ അത് പറയുമ്പോൾ ഒരു പഴയ കഥയാണ്. ആ സംഭവത്തിൻ്റെ ടെമ്പോ ഇന്നും ഞാൻ ഈ TV വാർത്തകളിലൂടെ കണ്ട രംഗം എനിക്ക് ഇന്നും മറക്കാൻ പറ്റില്ല. കാര്യം ആ ദിവസങ്ങളിൽ ആ അവസരത്തിൽ നമ്മൾ യഥാർത്ഥ അയ്യപ്പ ഭക്തനാണെങ്കിൽ ചിലപ്പോൾ ഹൃദയം പൊട്ടി നമ്മൾ തീർന്നു പോകും. നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന പോലെ ഈ പറയുന്ന വാക്കുകൾക്ക് അതീതമായി നമ്മൾ കഴിഞ്ഞ ചർച്ചയിലേക്ക് കഴിഞ്ഞ സമയം നമ്മൾ പറഞ്ഞ പോലെ ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്ന ആ കൺസെപ്റ്റിനോട് നമ്മളുടെ പ്രാർത്ഥന, നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഭക്തിയാണ്. ആ പ്രസ്തുത ദിവസം അവിടെ അരങ്ങേറിയ നാടകം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു യഥാർത്ഥ ഭക്തൻ മറക്കില്ല. അപ്പം ഈ അരങ്ങേറിയ നാടകത്തിന്, അതായത് ഗൗതം ഇപ്പൊ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് തന്നെ പറയാം, മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് ജയിലിൽ കിടക്കുന്ന വാസു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ഇതിനു വേണ്ട എല്ലാ കരുനീക്കങ്ങളും നടത്തിയത്. അതിന് ഒത്താശ ചെയ്തവരെല്ലാം ഓരോന്നായി ഇപ്പൊ അഴിക്കുള്ളി കിടക്കുകയാണ്. അപ്പൊ ഈ എന്തു പറയുക, പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു ഭയങ്കരമായ കാര്യം ചെയ്തതാണ്. ഇവരാരാണ്? ഇങ്ങനെ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയവരാണ് എന്ന് കാലം പറയാനായി ഇറങ്ങിയ ആൾക്കാർ, കാലം പറയും തങ്ങളെക്കുറിച്ച് എന്ന് കരുതി ഇറങ്ങിയതിന് അന്ന് ഈ മനുഷ്യൻ ഞാൻ ഈ നട അടയ്ക്കുന്നു. അന്ന് മന്ത്രി ആരാണ്? കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളി സുരേന്ദ്രൻ പോലും അതിനെ ഈ പറയുന്ന രീതിയിൽ ഒപ്പോസ് ചെയ്തു എന്നാണ് ഇപ്പൊ പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ അദ്ദേഹം ഇത് ആചാരങ്ങളെയും അനുഷ്ഠാനം ഇപ്പോ ഈ പറയുന്ന രാഹുൽ ഈശ്വരൻ പക്ഷെ ഒപ്പിട്ടില്ലേ കടകംപള്ളി? ആ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ തീരുമാനം പാർട്ടി, അതിന്റെ പേരിൽ അദ്ദേഹം പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നിലോ അല്ലാതെ മുന്നിലൊക്കെ അദ്ദേഹം തലകുനിച്ചിരിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അദ്ദേഹം കൈകൂപ്പി നിന്നതും ചർച്ചയായിരുന്നു. കടകംപള്ളിക്ക് ഒത്താശയൊന്നും പറഞ്ഞൊന്നുമല്ല. കടകംപള്ളിയെ ശനിയാഴ്ച ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. അത് മാധ്യമങ്ങൾ പോലും അറിയുന്നത് തിങ്കളാഴ്ച. അപ്പോൾ അത് എത്ര ഗോപ്യമായിട്ട് ചെയ്തിരിക്കുന്ന ആലോചിച്ച് നോക്കി. SIT എന്ന് പറയുന്ന അന്വേഷണ സംഘം. അപ്പോൾ നമ്മൾ പറഞ്ഞിടത്തേക്ക് തന്നെ പോവാം. കണ്ഠരര് രാജീവര് അന്ന് അങ്ങനെ പെരുമാറി എന്നുണ്ടെങ്കിൽ അതിനെതിരെയുള്ളൊരു പ്രതികാരമാണോ ഇത് എന്ന് ചോദിച്ചാൽ അറിയില്ല. അത് നമുക്ക് അറിയില്ല. അങ്ങനെയൊക്കെ തോന്നാം. ഒരു കാര്യത്തിന് ഒരുപാട് വിവക്ഷകൾ നമുക്ക് പറയേണ്ടി വരും. പക്ഷെ കണ്ഠരര് രാജീവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് ശരിക്കും ഹിന്ദു സമുദായത്തിന് കിട്ടുന്ന ഒരു അടി തന്നെയാണ്. ഹിന്ദു സമുദായത്തിന് അല്ല, ഒരു വിശ്വാസിക്ക് അയ്യപ്പ വിശ്വാസി. ഞാൻ പറയട്ടെ, ഈ രാജീവ് കണ്ഠരൻ എന്ന് പറയുന്ന വ്യക്തി എത്രയോ അമ്പലങ്ങളുടെ കാർമ്മിക, നമ്മൾ ഈ തന്ത്രവിദ്യ എന്ന് പറയുന്ന എല്ലാവർക്കും കിട്ടുന്നില്ല, പഠിച്ചെടുക്കാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇവിടെ ഒരു പള്ളിയിൽ അച്ഛനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉസ്താദോ ആയിരുന്നെങ്കിൽ ഇത് ഈ രീതിയിൽ സർക്കാർ നടപടി എടുക്കുമായിരുന്നോ? എനിക്ക് തോന്നുന്നില്ല. ഇല്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു നീക്കം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് നേടാനായി ഈ പറയുന്ന ഇടതു പാർട്ടി എന്ന് പറയുന്നതിൽ CPM എന്ന് പറയുന്ന പാർട്ടിയോ അല്ലെങ്കിൽ CPI ഇറങ്ങുമ്പോൾ ഭൂരിപക്ഷ സമുദായത്തിനോട് കാട്ടിയിട്ടുള്ള ചെയ്ത്തിനപ്പുറം വൻ ചെയ്ത്ത് അവർ വേറെ ഒരു സമുദായത്തിനോട്. ഇപ്പോൾ ശബരിമലയാണല്ലോ വിഷയം. അതെ, ഇതിപ്പോൾ ശബരിമല അല്ലാന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു പള്ളിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോസ്കാണോ എന്ന് വിചാരിക്കുക. അവിടെയുള്ള സ്വർണ്ണപ്പാളികളാണ് ഇതേ രീതിയിൽ സർക്കാർ അടക്കം നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട് മൂലം, അവരുടെ തിരിമറി മൂലം കൊള്ളയടിക്കപ്പെട്ടതെന്ന് വിചാരിക്കുക. എന്തായിരിക്കും സിറ്റുവേഷൻ? അതാ ഞാൻ പറഞ്ഞത്. സിറ്റുവേഷൻ എന്തായിരിക്കും? സിറ്റുവേഷൻ അവർക്ക് വേണ്ടി കിടുകിട വിറയ്ക്കും. ആര്? സർക്കാർ വിറയ്ക്കുന്നത് മാത്രമല്ല, അവരെ രക്ഷിക്കാനായി ശ്രമിക്കും. അവർക്ക് ആരും ഇപ്പോൾ ഇവിടെ കണ്ഠരര് രാജീവര് അകത്തായല്ലോ, ഏത് ഹിന്ദുമത സമുദായത്തിലെ മറ്റാൾക്കാർ ആരെങ്കിലും ഒരു വാക്ക് സംസാരിക്കാനായി വന്നിട്ടുണ്ടോ? ഏതെങ്കിലും? ഇപ്പം നമുക്കിപ്പം അഭിമാനം എന്താണ്, നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും
തന്ത്രിയെ സംരക്ഷിക്കാനും നിൽക്കുന്നില്ല. അയാൾ കളവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ചെടുത്ത് അകത്തിടണം. തീർച്ചയായും. അല്ല, അത് അതിൻ്റെ ഒരു വശം. പക്ഷേ പറയുമ്പോൾ നമ്മൾ എല്ലാ വശവും പറയണം. ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയമായിട്ടാണ് BJP കളിക്കാൻ പോകുന്നത്. ഈ മകരവിളക്ക് വരുന്നതിന് മുന്നേ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് മറ്റൊരു ഇതുവരെ ഇല്ലാത്ത BJPയുടെ സ്നേഹം വരുന്ന രീതിയിൽ ഇപ്പോൾ വാർത്ത വരുന്നുണ്ട്. BJP മകരജ്യോതി, ഞാൻ പൂർണ്ണമായ വാർത്ത കണ്ടില്ല. പക്ഷേ ഇതിൽ നമുക്ക് ഈ ഒരു കാര്യം ഈ പറയുന്ന പിന്നെ സാമൂഹിക പരിഷ്കരണം ശ്രീനാരായണ ഗുരുവിന് ശേഷം സാമൂഹിക പരിഷ്കരണം നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പറയാനാണ് ഈ പറഞ്ഞ കോടതി വിധി, സുപ്രീം കോടതി വിധിയെ വെച്ചുകൊണ്ട് ഇവർ ഈ നാടകമെല്ലാം കളിച്ചത്. അതെ, സ്ത്രീ പ്രവേശനത്തിന്റെ അവിടെ മുതൽ ഡ്രോബാക്ക് ആരംഭിക്കാം. നമുക്ക് ഒരു കാര്യം കൂടെ ഇതിൽ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു പോയൊരു സംഗതിയാണ്. ഇത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. അത് 2018 മുതൽ 19 മുതൽ 2025 വരെ നടന്നിരിക്കുന്ന ഒരു ഓപ്പറേഷനാണ്. ഇതിൽ ഓക്കെ, അത് മനസ്സിലായി. നഷ്ടപ്പെട്ടു പോയ, അതായത് CPM നഷ്ടപ്പെട്ടു പോയ ഒരുപാട് വോട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ആ വോട്ടുകളെ തിരിച്ചു പിടിക്കാനായിട്ട് തന്ത്രിയുടെ ഈ അറസ്റ്റിലൂടെ സഹായിക്കും. അല്ല, CPM ഈ തന്ത്രിയുടെ അറസ്റ്റിലൂടെ ഈ പോയ വോട്ടുകൾ തിരിച്ചു കിട്ടാനാണെന്നോ എനിക്ക് തോന്നുന്നില്ല. ഇത് ഒരു നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമൊന്നുമില്ല ഒരിക്കലും. അല്ല, നഷ്ടപ്പെട്ട വോട്ട് ഒരു യഥാർത്ഥ ഹിന്ദു സ്നേഹം ഇവർ കാട്ടാനായിട്ട് ഇറങ്ങി എന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? ഒരിക്കലുമല്ല. CPM എന്ന് പറയുന്ന പാർട്ടി യഥാർത്ഥ ഹൈന്ദവ സ്നേഹം, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിലുള്ളവരെ ഞങ്ങൾ കള്ളനെ തപ്പിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി എന്നാണോ നിങ്ങളെ വിചാരം? ഇതിനകത്ത് വളരെ വലിയ ഇരട്ടത്താപ്പുണ്ട്. വളരെ വലിയ ഇരട്ടത്താപ്പുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ ഒരു വലിയ കളവ് നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു വശം. അതായത് അദ്ദേഹം കളവ് നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ത്രിക്ക് അറിയാമായിരുന്നു ഈ സ്വർണം കൊണ്ടുപോകുന്നത് അടിച്ചു മാറ്റാനാണ്, ഇതിൽ തട്ടിപ്പുണ്ട്, ഈ പോറ്റി എന്ന് പറയുന്നത് ഭൂലോക ഫ്രോഡാണ്. തീർച്ചയായിട്ടും. പിന്നെ മറ്റുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഭൂലോക ഫ്രോഡാണ്. എന്നിട്ട് അല്ല, ഞാൻ പറയട്ടെ, ഇതൊക്കെ അറിഞ്ഞിട്ട് തന്ത്രി അവിടെ മൗനാനുവാദമാണ്, മൗനം പൂണ്ടിട്ടാണ് അവിടെ ഇരുന്നതെങ്കിൽ പോലും അയാൾ കുറ്റക്കാരനാണ്. തീർച്ചയായിട്ടും. മൗനമാണെങ്കിൽ പോലും അയാൾ കുറ്റക്കാരനാണ്. തീർച്ചയായിട്ടും. എങ്ങനെ ഇതിന് അയാള് അറിഞ്ഞിട്ടും കൂട്ടുനിന്നു എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അതല്ല ഇനി വഴിയെ തെളിയേണ്ട കാര്യം. അല്ല, ഇതൊന്നും തന്ത്രിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇയാൾ ഇവിടെ നിരപരാധിയാവൂ. അല്ല, ഇതൊക്കെ അറിഞ്ഞിട്ടും മിണ്ടാതെ ഇരിക്കുകയായിരുന്നു എങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കമ്മീഷൻ എനിക്കും കൂടി, എൻ്റെ കീശയിലും കൂടി വന്നു ചേരും എന്ന ലക്ഷ്യത്തോടു കൂടി തന്ത്രി പ്രവർത്തിച്ചതാണെങ്കിൽ ഗുരുതരമാണ് വിഷയം. ഇതുപോലുള്ള ആളുകളാണല്ലോ ശ്രീധർമ്മശാസ്താവിനെ പൂജിക്കാനായിട്ട്, ഇതുപോലുള്ള മനസ്സുള്ള ആളുകളാണല്ലോ പൂജിക്കാനായിട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ വളരെ സങ്കടകരമാണ്. തീർച്ചയായിട്ടും. ഓരോ അയ്യപ്പ ഭക്തരെയും നമ്മളിത് നിരന്തരം പറയുന്നുണ്ട്, അത് നിരന്തരം പറയുക തന്നെ വേണം. അതുകൊണ്ടാണ് പറയുന്നത്, ഓരോ അയ്യപ്പ ഭക്തരെയും വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അല്ല, പത്മകുമാർ എന്ന ഇവരുടെ CPM നേതാവിനെ ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി അദ്ദേഹത്തിനെ നിർത്തുമ്പോൾ, ഞാനത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്, പ്രസിഡൻ്റായി കൊണ്ടുവരുമ്പോൾ ചില ലക്ഷ്യങ്ങൾ നേടാനായാണ് അദ്ദേഹത്തിന് അവിടെ ആക്കിയതും എന്നൊരു സംസാരമുണ്ട്. പക്ഷെ ആ ലക്ഷ്യം ഈ ലക്ഷ്യമാണോ? ഇത്തരത്തിലൊരു ലക്ഷ്യമാണോ? അപ്പോൾ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. നമ്മുടെ സംസാരത്തിൻ്റെ ചുരുക്കെടുത്തെന്ന് പറയുന്നത്, ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് വേണം. അവരുടെ ഹൃദയത്തിനേറ്റ മുറിവ് തന്നെ ആയിരുന്നു ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരെ യുവതി പ്രവേശനം നടത്തിയത് എന്നുള്ള കാര്യം 110% പറയുന്നവരിവിടെ ഉണ്ടെന്ന് ഞാൻ പറയും. ഗൗതമനെ കുറിച്ച് എന്ത് പറയും? അവിടെ മുതൽ ഡ്രോബാക്കാണ്, അവിടെ മുതൽ വൻ പരാജയമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് അതിന് മുൻകൈ എടുത്തതെന്ന് കൊണ്ട് തന്നെ ഈ പാർട്ടിയുമായി മാനസികമായി അകന്ന നിരവധി അനുഭാവികളും ഈ പാർട്ടിയോടൊപ്പം നിന്നവരും ഇന്ന് ഈ കേരളത്തിലുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ട് ഇവരിനി എന്തൊക്കെ പറഞ്ഞാലും അത് മനസ്സിലാക്കിയിട്ടാണ് ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കമ്മ്യൂണിസമൊക്കെ ചുരുട്ടി പാക്കറ്റി വെച്ചിട്ട് ത്രികോണ മത്സരമെങ്കിൽ ത്രികോണ മത്സരം, അവിടെ ഏത് സ്ഥാനാർത്ഥിയാണ് ജയിക്കാൻ സാധ്യതയുള്ളത്, കേരള കോൺഗ്രസ് മാണിയെങ്കിൽ മാണി, ഇനി വേറെ ആരുണ്ടോ അവരെല്ലാം കൂടെ കൂട്ടിക്കോളും. നോക്കൂ, കാലാകാലങ്ങളായിട്ട് ശബരിമലയോടും അയ്യപ്പനോടും സർക്കാർ കാണിക്കുന്നത് വൃത്തികേടാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കുറേ നാൾ മുമ്പൊക്കെ ഇങ്ങനെ വൈറലായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത്, ഇങ്ങനെയാണോ ശബരിമലയെ പരിപാലിക്കേണ്ടത് എന്നുള്ളതാണ്.
അവിടെ പമ്പയിൽ ആളുകളുടെ തീട്ടം, പമ്പയിൽ കാല് കുത്താൻ പറ്റില്ല, ഉടുത്തിരിക്കുന്ന മുണ്ട് വലിച്ചെറിഞ്ഞിരിക്കുന്നത്, മുണ്ട് വലിച്ചെറിഞ്ഞിരിക്കുന്നു, ഒരു ബാത്റൂം ഫെസിലിറ്റി പോലും നേരെയില്ല, മര്യാദക്ക് വൃത്തിയില്ല. ഇങ്ങനെയാണോ ലോകത്തിലെ ഫേമസ് ആയിട്ടുള്ള ആരാധനാ കേന്ദ്രങ്ങളെയും പരിപാലിക്കുന്നത്? ഈ രീതിയിലാണോ എന്ന് പറഞ്ഞിട്ട് എന്തൊരു പുച്ഛത്തോടു കൂടി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എത്ര മനോഹരമായിട്ട് ശബരിമലയെ നമുക്ക് പരിപാലിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് അയ്യപ്പ ഭക്തരോട് ഈ സർക്കാരൊക്കെ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചനയാണ്. അരവണയിൽ തട്ടിപ്പ്, മറ്റേൽ തട്ടിപ്പ്. ഇവരുടെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊന്നും യഥാർത്ഥത്തിൽ രാജ്യസ്നേഹമില്ല. ഇവർക്ക് ആർക്കാ ഭക്തിയുള്ളത്? ഇവർക്ക് ഭക്തിയില്ല. ഇവർക്ക് ഭക്തിയില്ല, രാജ്യസ്നേഹം ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല. അത് ഈ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ നാടിനെ സ്നേഹം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ കക്കാൻ നിൽക്കില്ല, ഒരിക്കലും ചെയ്യില്ല. നാടിനോട് സ്നേഹം ഉണ്ടെങ്കിൽ അയാൾ കക്കാൻ നിൽക്കില്ല. ഏതായാലും നമുക്കിതിൻ്റെ ഒരു സംസാരത്തിൽ നമ്മളൊരു ചുരുക്കത്തിലെത്തുമ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന കണ്ഠരര് രാജീവരെ ഇപ്പോൾ ഇത് ഒരു പ്രതികാരം കൂടിയാണോ അദ്ദേഹത്തിന് ഈ അറസ്റ്റിൽ അദ്ദേഹം ചെയ്ത് തെറ്റാണ് എന്ന് തെളിയുകയാണെങ്കിൽ തെളിയട്ടെ. പക്ഷെ ഒരു വേള സാമൂഹിക പരിഷ്കരണത്തിന് എന്ന് പറഞ്ഞിറങ്ങുകയും ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പനെ വേണ്ടി അയ്യപ്പനെ സ്നേഹിച്ചതാ ഞങ്ങളിതാ, നമ്മൾ പറയുമല്ലോ നക്കിക്കൊല്ലുക എന്നൊക്കെ പറയൂലേ, നക്കിക്കൊല്ലാനായിട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ അപ്പോഴാണ് അറിയണത് കട്ടള പോയി, പാളി പോയി. അല്ലേ? ഇവരെ ഈ കക്കുന്നതിൻ്റെ പിന്നിലുള്ളവരുടെ ഒരു മനോഭാവം ഒരുപക്ഷെ ഇതായിരിക്കാം. അയ്യപ്പൻ എന്തിനാണ് പണം, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ദൈവമല്ലേ, ദൈവത്തിന് എന്തിനാണ് പൈസ, അപ്പൊ ദൈവത്തിന്റെ പൈസ ഞങ്ങൾക്ക് എടുക്കാനോ? ഒരു തീർത്ഥാടന കേന്ദ്രമാക്കാൻ വേണ്ടിയുള്ള ശ്രമമല്ല അവിടെ നടന്നത്, ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള ശ്രമമാണ് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ വളരെ ഗ്രാജുവലി ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ശബരിമലയിലൂടെ കേരളത്തിന് ഹിന്ദു സമൂഹത്തിനൊക്കെ ലഭിക്കുന്ന ഒരു വലിയ പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും അത് ഭയങ്കര വേൾഡ് ഇന്റർനാഷണൽ പ്രാധാന്യമാണ്. തീർച്ചയായിട്ടും അതിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന ചിന്ത ഒരുപാട് ആളുകളുടെ തലയിൽ വികസിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും നിഗൂഢമായിട്ട് അതിന്റെ പ്രോസസ്സ് ഇങ്ങനെ പല രീതിയിൽ പല സ്വഭാവത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ ശബരിമലയിലെ വിഷയത്തിലൂടെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നൊരു കാര്യം. തീർച്ചയായിട്ടും ഇപ്പോഴും വീണ്ടും പറയുന്നത് 1950 നടന്ന അവിടെയുള്ള തകർക്കൽ, ശബരിമല തകർക്കൽ, തീവെപ്പ് ആരാണ് അതിന് പിന്നിലെന്ന് ഇപ്പോഴും അറിയില്ല. ഏതായാലും ഗൗതമി, നമുക്ക് ഇതിന്റെ തുടർ വർത്തമാനങ്ങൾ വരുമ്പോൾ നമുക്ക് സംസാരിക്കേണ്ടി വരും. കാര്യം എന്തായാലും അയ്യപ്പ ഭക്തരുടെ കാര്യം വളരെ കഷ്ടമാണ്. കാരണം നമുക്ക് സങ്കടമാണ് അവരെ ശരിക്കും സങ്കടമാണ്. കാരണം എന്താ പറയാ, അവർ വഞ്ചിക്കപ്പെടുകയാണ്. തീർച്ചയായിട്ടും വളരെ സങ്കടമുണ്ട്.